നമ്മൾ സിനിമാ സ്ക്രീനിൽ കാണുന്ന നടന്മാർ വലിയ അമാനുഷികര അല്ലേ? അതെ, അവരെ ഹെലികോപ്റ്ററാണെങ്കിൽ പിടിച്ചു ചേർത്തും, ബോഡി കഴിഞ്ഞ വണ്ടി പിടിച്ചു ചേർത്തുന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് രജനീകാന്തിന്റെ പഴയ സിനിമയൊക്കെ. അതുപോലെ വരുന്ന വെടിയുണ്ട കൈകൊണ്ട് തടഞ്ഞു നിർത്തും. ഇപ്പം നമ്മുടെ തെലുങ്കിലോട്ട് പോയാൽ അതിലും കഠിനമാണ്. ഞാൻ ഈ തമിഴ് സിനിമ പണ്ടത്തെ എല്ലാം ഭയങ്കര രസമാണല്ലോ. നമ്മളെന്നാ ഇതിനെ വെല്ലുന്ന സാധനമാണ് തെലുങ്ക് സിനിമ. ചിരഞ്ജീവിയുടെ സിനിമ ഡബ് ചെയ്ത സിനിമ മലയാളത്തിൽ പണ്ടുവരുമ്പോൾ നമ്മൾ കാണാൻ പോകും. കന്നഡ തെലുങ്കൊക്കെ അതാ. പിന്നെ ബാലയ്യ എന്ന് പറഞ്ഞിട്ട്, ബാലയ്യയുടെ സിനിമയാണ് ഏറ്റവും കോമഡികളുള്ളത്. അതായത് എല്ലാം പുള്ളി ഒരു ഒറ്റയ്ക്ക് ഒരു 100 പേരെയൊക്കെ അടിച്ചു കളയും. പിന്നെ പുള്ളി എന്തൊക്കെ കാണിച്ചത് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ദളപതി വിജയന്റെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? പിന്നെ അമാനുഷികനായിട്ടുള്ള അദ്ദേഹം അഭിനയിക്കുന്ന എല്ലാത്തിലും എന്തൊരു അമാനുഷികതയാണ്. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അയാൾ എത്രമാത്രം പേടിത്തൂറിയാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. കന്യാകുമാരി ജില്ലയിൽ വന്ന അദ്ദേഹത്തിന്റെ മറ്റേ തെരഞ്ഞെടുപ്പ് റാലിയിലാണെന്നുള്ളേ, സൈക്കിളിൽ വരുമ്പോൾ ഒരു പൂക്കൾ ബൊക്കെ, അതായത് ഒരു ഫ്ലവർ ബോളാണ്. അതായത് പൂക്കള് ചുരുട്ടി കിട്ടി പന്ത് പോലെ ആക്കിയിട്ട് ഇതെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താ ഭയങ്കര സ്പീഡിൽ ഇങ്ങോട്ട് വന്ന പുള്ളി സൈക്കിള് കളഞ്ഞ ഒറ്റ ഓട്ടം. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് നമ്മുടെ TV ചാനലുകളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു വാർത്തയാണ്. എന്താണ്? അതായത് സാധാരണ ജനത്തിന് മുന്നിലേക്ക് ഇറങ്ങിയ ഒരു നടൻ, അയാൾ കരുതുന്നു എന്നെ ആരോട് ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അല്ല, അതും അന്ന് വലിയ ദുരന്തം ഉണ്ടായല്ലോ തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന്റെ റാലിക്കിടയിൽ. അന്ന് ഇതല്ലേ സംഭവിച്ചത്. അദ്ദേഹം അവിടെ നിൽക്കണ്ടേ, അതിന് അദ്ദേഹം ഇറങ്ങി ഓടിക്കളഞ്ഞില്ലേ ഇവിടെ നിന്ന്, അദ്ദേഹം രക്ഷപ്പെട്ടു. ഇത് നമ്മുടെ നാട്ടിലെ അത് കേരളത്തിലെ നേതാക്കന്മാരെ ഒന്ന് എടുത്തു നോക്ക്, ആരും അങ്ങനെ ഓടില്ല. ഒരു പ്രശ്നം വന്നാൽ അവരുടെ നിൽക്കും. എത്ര ഇനി നമ്മൾ പുച്ഛിക്കുന്ന നേതാവാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ അവരാരും ഓടില്ല. കാരണം ഇവർ വിണ്ണിൽ നിൽക്കുന്നവരാണ്, സ്റ്റാർസ് ആണ്, താരങ്ങളാണ്. ഇവർ ഈ താരങ്ങൾ എപ്പോഴും അവരുടെ ജീവിതം ആ എയറിൽ തന്നെ, ആകാശത്താണ്. അപ്പോൾ അവരാദ്യമായിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർക്ക് എല്ലാത്തിനെയും ഭയമാണ്. അതാണ് സംഭവം. അതെ, അത് പറയും പലപ്പോഴും. പാശ്ചാത്യ രാജ്യങ്ങളിലെ ആളുകൾക്ക്, നമ്മുടെ ഒരുപാട് വിദേശ സന്ദർശനത്തിൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പറയുമായിരുന്നു, ലോകത്ത് ഒരു പേടിയില്ലാത്തവന്മാർ ഇന്ത്യക്കാരന്മാരാണ് തോന്നുന്നത്. കാരണം നമുക്കിവിടെ അതുപോലത്തെ സംവിധാനങ്ങളൊന്നുമില്ല. ഈ പാശ്ചാത്യ അവൻ്റെ ജീവിതം സെക്വേർഡാണ്, എല്ലാം അവന് സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ലാതെ നമ്മൾ രണ്ടും കൽപ്പിച്ചുള്ള അന്തം വിട്ടുള്ള പോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പേടി, നമ്മൾ എവിടെ പോയാലും നമ്മൾ ജീവിച്ചോളൂ. സായിപ്പിന് ഒരു നിസ്സാര പ്രശ്നം വന്നാൽ പോലും അവൻ വല്ലാതെ ഭയം തുറക്കുമെന്ന് പറയും. അതേ അവസ്ഥയാണ് ഇവർക്കെല്ലാം ഉള്ളത്. അപ്പം വിജയുടെ ലക്ഷ്യം എനിക്കൊന്ന് അടുത്ത MGR ആകാനാണ് അല്ലേ? പുള്ളിയുടെ പാർട്ടിയുടെ പേര് TVK. അപ്പോൾ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി. പക്ഷേ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി തമിഴ്നാട്ടിൽ വിജയം കൊയ്ത 2 പേരേ ഉള്ളൂ, ജയലളിതയും MGR. പിന്നെ കരുണാനിധി DMK മുന്നോട്ട് നയിച്ച ഒരാളാണ്, സിനിമാ ഫീൽഡ് പശ്ചാത്തലമുള്ള അണ്ണാദുരൈ സ്ഥാപിച്ചാണല്ലോ. അതെ. അപ്പോൾ ശരിക്കും നമ്മൾ ഈ MGR കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, MGR ഇപ്പോൾ വിജയ് പോലെ പെട്ടെന്ന് ഒരു ദിവസം വന്ന മുഖ്യമന്ത്രി ആളല്ല. അത് അതിനുമ്പ് MLA ആയിരുന്നിട്ടുണ്ട്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. അദ്ദേഹം അണ്ണാദുരൈയുടെ അടുത്ത അനുയായിയായിരുന്നു. അന്ന് DMK ഉള്ളൂ, AMDK ഇല്ല, DMK വലിയ നേതാവായിരുന്നു. അന്ന് DMK ഭരണം കിട്ടുന്നു, കരുണാനിധി മുഖ്യമന്ത്രിയാവുന്നു, MGR മന്ത്രിയാക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ MGR മന്ത്രിയാക്കിയില്ല. അതിനെക്കുറിച്ച് എന്തൊക്കെയോ കരുണാനിധി വളരെ വിചിത്രമായ വിശദീകരണമാണ് കൊടുത്തത്. പക്ഷെ അത് MGR വലിയ തോതിലുള്ള വിഷമം ഉണ്ടാക്കിയതാണ്. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിലാണ് അവസാനം പാർട്ടി AIDMK രൂപീകരിക്കാൻ ചെയ്തത്. പക്ഷെ അന്ന് MGR AIDMK രൂപീകരിച്ച് പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം BR നെടുഞ്ചേഴിയനെ RM വീരപ്പനെയൊക്കെ പോലെയുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു സംഘം നേതാക്കൾ DMK എന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹം മന്ത്രിയായപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴും മന്ത്രിസഭ രൂപീകരിച്ചപ്പോഴൊക്കെ തന്നെ പരിചയസമ്പന്നരായ ആളുകൾ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. അദ്ദേഹം രാഷ്ട്രീയ നേതാവ് കൂടെ ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു. വിജയ് നാളെ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ മന്ത്രിമാരാക്കേണ്ടവരൊക്കെ ഈ ഫാൻസ് അസോസിയേഷൻകാരാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? രാഷ്ട്രീയ പരിചയം വേണ്ടേ ഒരു കാര്യം ചെയ്യാൻ? MGR മരിച്ചപ്പോഴാണല്ലോ ജയലളിതയ്ക്ക് അവസരം വന്നത്, ചാൻസ് കിട്ടുന്നത്. അപ്പം സിനിമയിൽ നിന്ന് വന്ന 2 പേർ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിമാരായി. ഇദ്ദേഹം തന്നെ കരുണാനിധി അത് തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം തമിഴ്നാട്ടിലെ രാഷ്ട്രീയം പരിശോധിച്ചാൽ താരങ്ങൾ പാർട്ടി ഉണ്ടാക്കിയത് ഒന്ന് വിജയകാന്ത്, ശരത് കുമാർ. ഇവർക്കാർക്കും കമലഹാസന് പോലും ക്ലച്ച് പിടിക്കാൻ സാധിച്ചു. അത് കമലഹാസൻ ശരിക്കും കമലഹാസൻ മഹാനടനാണ്, അദ്ദേഹം വലിയൊരു കലാകാരനാണ്. പക്ഷെ അദ്ദേഹം ഒരു മാസാണ്. രജനീകാന്തിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ വിജയനെ എന്ന് പറഞ്ഞൊരു മാസ് ഒരു നടൻ എന്ന് പറയാൻ അല്ല, ഒരു കലാകാരനാണ്, വലിയ മഹാകലാകാരനാണ്. അത് ഇവരെല്ലാവർക്കും വേണമെങ്കിൽ വലിയ കലാകാരൻ എന്ന് പറയുന്ന ആളാണ് കമലഹാസൻ. അപ്പം എന്താണ് സംഭവിച്ചത്? ഇപ്പം ഇവരൊക്കെ പരാജയപ്പെട്ടു. ഇപ്പം MGRും ജയലളിതയും കരുണാനിധിയും ഒക്കെ കൊണ്ടുവന്ന ഒരു അന്നത്തെ ഒരു പാരമ്പര്യം, എനിക്ക് തോന്നുന്നു അന്ന് ഈ സിനിമാ നടന്മാരെ ജീവനേക്കാൾ സ്നേഹിച്ച ആൾക്കാരാണ് തമിഴ്നാട്ടുകാർക്ക്. അങ്ങനെ ഒരു പ്രത്യേകത, വല്ലാത്ത താരാരാധനയുള്ളവരാണ് അവർ. ഈ MGR മരിക്കുന്നത് ഒരു ശബരിമല തീർത്ഥാടന സമയത്താണ്. ഒരുപാട് തമിഴന്മാർ ശബരിമല ആഴിയിൽ ചാടാൻ ശ്രമിച്ചു, അവരെ പിന്തിരിപ്പിക്കുക.
അദ്ദേഹം എത്ര പേര് കൂട്ടത്തിൽ ആത്മഹത്യ ചെയ്തു? അദ്ദേഹം മലയാളിയാണെന്നുള്ള കാര്യം പോലും പല തമിഴർക്കും അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു കടുത്ത താരാരാധനയുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ താരാരാധനയൊന്നും പിന്നീട് വന്നവർക്ക് വോട്ടായി മാറിയിട്ടില്ല. അവിടെയാണ് നെപ്പോളിയൻ, പക്ഷേ എം പി ആയി, ഇല്ല നെപ്പോളിയൻ എം പി ആയി. അതെ, നെപ്പോളിയൻ എം പി ആയി, കേന്ദ്രമന്ത്രിയായി, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു. റോജ വിജയിച്ചു. റോജ വിജയിച്ചു. നമ്മളെ നടി ശാരദ ആന്ധ്രയിൽ ഒരിക്കൽ വിജയിച്ചു. ഈ ഖുഷ്ബു ഇടയ്ക്ക് ഇറങ്ങി രാഷ്ട്രീയത്തേക്ക് വന്നിരുന്നു. അപ്പം സിനിമ കഴിഞ്ഞാൽ നാടകാന്തം കവിത്വം എന്നാണല്ലോ പറയുന്നത്. അതെ, സിനിമാന്ത്യം രാഷ്ട്രീയം എന്നുള്ളതാണ് തമിഴ്നാടിന്റെ ഒരു ശൈലി. അപ്പോൾ അന്നും നമ്മുടെ നാട്ടിൽ പ്രേം നസീർ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ നേരം ശിവാജിനേശന്റെ പേര് നമ്മൾ വിട്ടുപോയി. ശിവാജിനെ കോൺഗ്രസ് വിട്ടുപോയി, വേറെ പാർട്ടി ഉണ്ടാക്കി, അത് നടന്നില്ല. പ്രേം നസീർ ഇവരുടെ പാത പിന്തുടർന്നാണ് പ്രേം നസീർ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചത്. അതെ, മത്സരിച്ചില്ല. മത്സരിക്കാൻ നന്നായി, അദ്ദേഹത്തിന് മനസ്സിലായി, രക്ഷപ്പെടത്തില്ല. അപ്പം അന്നും ഇന്നും എന്നും കേരളത്തിൽ പറയുന്നൊരു കാര്യം, സിനിമാ താരങ്ങൾക്ക് വോട്ടില്ല എന്നുള്ളതാണ്. സിനിമാ താരങ്ങൾ നിന്നാൽ ജയിക്കില്ല എന്നുള്ളതാണ്. അത് നമുക്കിപ്പോൾ അറിയാം. പക്ഷേ മുകേഷും ഗണേഷും ഇന്നസെന്റും ഒക്കെ ജയിച്ചു കയറി. പക്ഷെ അവർക്കൊരു സിനിമാ താര പരിവേഷങ്ങളെക്കാൾ ഉപരി അവർക്ക് മറ്റ് കുറച്ച് ക്വാളിറ്റി. ഒന്ന്, ഇപ്പം ഗണേഷ് കുമാർ വരുന്നത് എന്ന് പറഞ്ഞാൽ അച്ഛന്റെ പാത, ആ വൻമരത്തിന് കീഴിലാണ് അദ്ദേഹം വരുന്നത്. വന്നു എന്ന് മാത്രമല്ല, ആദ്യ ടൈം തന്നെ അദ്ദേഹത്തിനെ മന്ത്രിയാക്കി. ഈ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വലിയൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. അതോടുകൂടി ഗണേഷിനെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇക്കുറി എന്താ ഗണേഷ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പുള്ളിയുടെ ഈ പരസ്ത്രീ ബന്ധം സ്വന്തം ഭാര്യ തന്നെ പിടിച്ചു. എത്രയൊക്കെ പിന്നീട് കോംപ്രമൈസ് ചെയ്യുന്ന പറഞ്ഞാലും ആ ഒരു ഇമ്പാക്റ്റ് വളരെ കാര്യമായി അതിന്. മുകേഷിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോഴേ, മുകേഷിനെ ഒരു പക്ഷേ ആദ്യം രാഷ്ട്രീയമൊന്നുമില്ലെങ്കിൽ അതിന്റെ പിതാവ് ഓ മാധവൻ, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഇതൊന്നും വടക്കേവള പഞ്ചായത്താണോ ഒരു സംശയമുണ്ട്. അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് വളരെ കാലം. അദ്ദേഹം CPI നേതാവ് തന്നെയായിരുന്നു, രാഷ്ട്രീയ നേതാവും കൂടെ ആയിരുന്നു. കുടുംബമാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന മുകേഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയാം. ഇന്നസെന്റും അതെ, ഇന്നസെന്റ് രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളായിരുന്നു. ഇന്നസെന്റ് RSP സ്ഥാനാർത്ഥിയായിട്ട് പണ്ട് നാട്ടില് അതാണ്, അങ്ങനെയുള്ള ആളാണ്. അപ്പം നമ്മള് കേരളവും തമിഴ്നാടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ. അപ്പം അന്ന് നമ്മുടെ ഒരു സങ്കല്പം എന്താണ്, കേരളീയരുടെ ഒറ്റ നടൻ ഇവിടെ വന്ന് നിന്നാൽ നമ്മൾ ജയിപ്പിക്കില്ല എന്നുള്ളത്. ഇപ്പം തമിഴ്നാട്ടിലും ഏതാണ്ട് അതുപോലായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഈ വിജയുടെ പരിപാടിക്ക് എന്ന ആൾ കൂടി ദുരന്തം ഉണ്ടായി, ഇത്രയും പേര് മരിക്കുന്നു. എന്നാൽ ഈ പറയുന്ന ഇത്രയും ജനക്കൂട്ടം വോട്ടായി മാറും, സ്വാഭാവികം. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു. പിന്നെ മാത്രമല്ല, ഇന്നലത്തെ ആ ഒറ്റ സംഭവത്തോടെ വിജയ് അവിടെ ഒരു കോമഡി കഥാപാത്രമായി മാറി. ഈ വരുന്ന ആൾക്കാരൊക്കെ എന്തിനാ വരുന്നത്? ഈ വരുന്ന അണികൾ വരുന്നത് എന്തിനാ? അവരുടെ മനസ്സിലുള്ള വീരനായകനാണ് അദ്ദേഹത്തെ. അവർ ആ രീതിയിലാണ് കാണുന്നത്. ഈ സൈക്കിളെ പോകുന്ന വിജയ് വേണേ ഈ സൈക്കിൾ ഹെലികോപ്റ്റർ പോലെ പറപ്പിച്ച് അടുത്ത കവലയിൽ ചെന്ന് ഇറങ്ങും എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ മുന്നിലോടാണ് പുള്ളി ഈ സൈക്കിളെ വന്നേച്ച് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് പുള്ളി. എൻ്റെ പുറകെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ, എൻ്റെ ചുറ്റിനും ആരെങ്കിലും ഒക്കെ ഉണ്ടോ, എന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ, എന്തിന് അദ്ദേഹത്തെ ആക്രമിക്കണമെന്നുള്ളത് ഒരു പോയിന്റ്. എനിക്കൊന്ന് ഈ സിനിമാ കഥകളിലൊക്കെ മനസ്സിൽ വിചാരിച്ച് പേടിച്ചു പോയി കാണും. അല്ല, അതായിരിക്കും കാര്യം. ഇവർക്ക് പലർക്ക്, ഈ സിനിമാക്കാർക്ക് പലർക്ക് ഭയങ്കരമായ ഭയമുള്ളവരാണ്. സ്വന്തം ഇമേജിനെ കുറിച്ച് ഭയമുണ്ട്, അല്ല സ്വന്തം ഭാവിയെക്കുറിച്ച് ഭയമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ നമ്മൾ പല ചില സിനിമാക്കാരെ കുറിച്ച് എന്തെങ്കിലും പ്രിന്റ് മീഡിയ വർക്കണം ജോലി ചെയ്ത ആൾ എന്തെങ്കിലും മോശമെന്ന് എഴുതി നോക്കുക, അവർ സഹിക്കൂല. അവർ മാനേജ്മെന്റിനെ വിളിച്ച് അവർ ഭയങ്കരമായിട്ട് അവർ വല്ല ഭയക്കും, അത് ഭയന്നു പോകും. പിന്നെ ചിലര് പ്രതികരിക്കും, പക്ഷേ ഇത് അവർ ഭയങ്കരമായിട്ട് ഭയക്കും. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒന്നിച്ച് 10 പേരെ വെടിവെക്കുന്ന അല്ല അടിച്ചിടുന്ന വരുന്ന വെടിയുണ്ടകൾ, ഒരു വെടിയുണ്ടയല്ലേ വരുന്നത്, മാറിക്കളയാം എന്ന് പറഞ്ഞ് മാറുന്ന, അല്ലെങ്കിൽ വലിയൊരു ബോംബ് ഇങ്ങോട്ട് വീഴുമ്പോൾ ആ ബോംബ് പിടിച്ച് തിരിച്ച് എതിരാളിയെ കൊല്ലുന്ന, ട്രെയിനൊക്കെ ഒറ്റയ്ക്ക് പിടിച്ചു നിർത്തുന്ന, ആകാശത്തൂടി പറക്കുന്ന ഈ വലിയ ഒരു ഹീറോ ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഈ ഭൂമിയിലൂടെ സൈക്കിൾ ചവിട്ടി വരുമ്പോൾ ഈ ആരാധകർ വിചാരിക്കുന്നത് ആ വരുന്ന വീരനായകനാണ് ഈ വരുന്നത്. അപ്പൊ എന്നാ പിന്നെ അദ്ദേഹത്തിന് നമുക്കൊരു ഫ്ലവർ ബോൾ കൊടുക്കാം, എന്താ മാല കൊണ്ടുണ്ടാക്കിയ ഒരു പന്ത് ഇതെടുത്ത് അങ്ങോട്ട് ഇടാം. അപ്പൊ അയാൾ നോക്കുമ്പോൾ എന്താ, ഒരുത്തം മുന്നിലോട്ട് കയറി നിൽക്കുന്നു, അങ്ങോട്ട് എറിയുന്നു. ഇത് ബോംബ് തന്നെ, ഒറ്റ ഓട്ടമാണ് സൈക്കിളിൽ ഇറങ്ങി. ട്രോള് കൊണ്ട് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ലാലുവിനോട് ചോദിച്ചാൽ ലാലുവിന് തമിഴ് അറിയാം. ലാലുവിനാണ് ഞാൻ ചോദിച്ചത്, ലാലു എങ്ങനെയുണ്ട് അവിടെ ചേട്ടാ? അത് മൊത്തം ട്രോളാന്ന്. ട്രോള് കാരണം ഇരിക്കാൻ വയ്യാതെ. കാരണം നമ്മുടെ നാട്ടിൽ ഈ ട്രോള് വന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടോ ഇത് അത്ര ഇതില്ലാത്തതുകൊണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നായിരുന്നു ഇപ്പൊ എന്ത് സംഭവിച്ചേനും ഇത് അതിന്റെ അപ്പുറമാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും വിജയുടെ രാഷ്ട്രീയ പ്രവേശം
വലിയ കോമഡി. ആദ്യം ഒരു ദുരന്തമായി, ഇപ്പോൾ അത് പതുക്കെ ഒരു കോമഡിയായി മാറി. ഈ ഫ്ലവർ ബോൾ പേടിച്ച് തിരിച്ചോടിയ അല്ല, ഈ സിനിമക്കാരെ കണ്ട അന്ധമായി വോട്ട് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. തമിഴ്നാട്ടിൽ വലിയ വികസനമുണ്ട് അവിടെ. നമ്മളത് നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ കേന്ദ്ര സർക്കാരുമായി എന്തൊക്കെ കാര്യങ്ങൾ രാഷ്ട്രീയമായ എതിർപ്പുണ്ടെങ്കിലും തങ്ങളുടെ സംസ്ഥാനത്തിന് അർഹമായ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാൻ തമിഴ്നാട് സർക്കാരിന് ആര് ഭരിച്ചാൽ നമ്മുടെ ഇവിടുത്തെ പോലെ അടിമയല്ല. അത് ചോദിച്ചു വാങ്ങും. അവന് കിട്ടേണ്ട സാധനം മുഴുവൻ ചോദിച്ചു വാങ്ങി അവിടെ കൊണ്ടുവയ്ക്കാനും വിദേശ നിക്ഷേപം കൊണ്ടുവരാനൊക്കെ അസാമാന്യ കഴിവ് അവർക്കുണ്ട്. അത് ആര് ഭരിച്ചാലും തമിഴ്നാട്ടിൽ. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർ ജയിച്ചു കയറുന്നതും ഇത് ചെയ്യുന്നതല്ല. പഴയ തമിഴ്നാടല്ലേ ഇപ്പോഴും തമിഴ്നാട് ഒരുപാട് ഡെവലപ്പ് ചെയ്തു പോയി. അത് ഇവരൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പറയാനില്ല. എന്തായാലും ദളപതിയുടെ വരവ് ഒരു 1.5 വരവായിപ്പോയി. ഈ ഒരു ഒറ്റ വരവും പോക്കും മിക്കവാറും ഒന്നിച്ചാവുക. പുള്ളി സിനിമാ ജീവിതമൊക്കെ അവസാനിപ്പിച്ചിട്ട് നേരെ രാഷ്ട്രീയത്തിലേക്ക് കടന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി കസേരയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് ഇനി നോക്കിയിരിക്കുന്നത്.